കോഴിക്കോട് അലാറം അടിഞ്ഞിട്ടും റെയിൽവേ ഗേറ്റിൽ വാഹനങ്ങൾ നിർത്തിയില്ല. 4-ാം ഗേറ്റിൽ ദുരന്തമൊഴിവായത് തലനാരിഴയ്ക്കാണ്. ഗേറ്റ് അടയ്ക്കാൻ അലാറം അടിച്ചിട്ടും വാഹനങ്ങൾ കടന്നുപോയി. ഗേറ്റ്മാന്റെ സംയോജിത ഇടപെടലിനെ തുടർന്നാണ് അപകടം ഒഴിവായത്. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് തുടരുന്നുണ്ട്. സമീർ, എന്താണ് സംഭവിച്ചത്? സമീർ, ശ്രീജിത്ത്, ഇന്ന് വൈകിട്ട് 6:15 ഈ സംഭവം ഉണ്ടായത്. അലാറം അടിഞ്ഞിട്ടും റെയിൽവേ ഗേറ്റിൽ വാഹനങ്ങൾ നിർത്തിയില്ല. നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ടായിരുന്നു. കോഴിക്കോട് 4-ാം ഗേറ്റിലാണ് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്ന ഒരു മേഖല കൂടിയാണിത്. അവിടെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത്. ഗേറ്റ് അടക്കാൻ അലാറം അടിഞ്ഞിട്ടും വാഹനങ്ങൾ തുടർച്ചയായി കടന്നു പോകുന്നു. എന്നാൽ ഈ ഉദ്യോഗസ്ഥൻ, അവിടെയുള്ള ഗേറ്റ്മാൻ വാഹനങ്ങൾ കടന്നു പോകുന്ന ആ വേളയിൽ ഈ ഗേറ്റ് അടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അത് വാഹനങ്ങൾ തട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. പിന്നീട് അദ്ദേഹത്തിന് അടക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അതിനൊടുവിലാണ് അദ്ദേഹം ഈ ഉദ്യോഗസ്ഥൻ പിന്നീട് ആ ട്രാക്കിലേക്ക് വരികയും അവിടെ വെച്ചുകൊണ്ട് വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും ചെയ്തത്. അതിനുശേഷമാണ് ഈ ഗേറ്റ് അടക്കുകയും ആ അടച്ച് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അവിടെ ഒരു എഞ്ചിൻ കടന്നു പോകുന്നുമുണ്ട്. അതായത് യാത്രക്കാർ, ഡ്രൈവർമാർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ അലാറം അടിഞ്ഞ ശേഷം പിന്നീട് ആ ട്രാക്കിലേക്ക് വാഹനവുമായി ചെന്ന് കഴിഞ്ഞാൽ ആ ഗേറ്റ് അടക്കുന്ന ഒരു ഘട്ടം ഉണ്ടാവുക കൂടി ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടമാകും ഉണ്ടാവുക. അത്തരം ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ ഈ ഗേറ്റ്മാന്റെ ഇടപെടലിലൂടെ ഒഴിവായിരിക്കുന്നത്. ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം. അലാറം അടിഞ്ഞാൽ പിന്നീട് വാഹനവുമായി ട്രാക്കിലേക്ക് കടക്കരുത്, ഗേറ്റ് കടന്നു പോകരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശം കൂടി റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശ്രീജിത്ത്, ശരി. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഒരു റെയിൽവേ ഗേറ്റിൽ വാഹനങ്ങൾ നിർത്തിയില്ല, അലാറം അടിഞ്ഞിട്ടും. വലിയ ദുരന്തമൊക്കെ ഉണ്ടാവേണ്ടതാണ്, അതിൽ ശ്രദ്ധയുണ്ടായില്ല. പക്ഷേ ഈ വാഹനങ്ങളുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധയുണ്ടായില്ല. പക്ഷേ ഗേറ്റ്മാൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ അത് സംയോജിതമായി ഉണ്ടായി എന്നതും പ്രധാനമാണ്. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.